ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈലിൽ തന്നെ എല്ലാം എടുത്ത്. കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണോ? വളരെ ഇഷ്ടമാണ്. എന്താ ചെയ്യാറുള്ള കേക്കട്ടെ? പ്രത്യേകിച്ചൊന്നുമില്ല, വേറെ എന്തെങ്കിലും വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്തേക്കും ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും നാടനാണോ അതോ? അല്ല, ചൈനീസ് ആണ്. ചൈനീസ് ചൈനീസ് ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടാക്കുന്നുണ്ടോ? ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒന്നും ഉണ്ടാക്കുന്നില്ല. ഏതാ സ്പെഷ്യാലിറ്റി ഡിഷ് ഏതാ? കൊത്തു പൊറോട്ട. നമുക്ക് ഒരു പ്രാവശ്യം ഇവിടെ വരണം കഴിക്കാൻ വേണ്ടി. എവിടെ താമസിക്കുന്നത്? ഞാനിതിപ്പോ എന്റെ വീടാണ്. എന്റെ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചു ഞാൻ ചാലക്കുടിയിൽ സെറ്റിൽ ആയിരിക്കുന്നത്. ചാലക്കുടി. കൊത്തു പൊറോട്ട വീട്ടിലുണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കാറുണ്ട്. എങ്ങനെ ഉണ്ടാക്കണം കൊത്തു പൊറോട്ട? ആദ്യം പറയണോ? ക്യാബേജും ക്യാരറ്റും നേരെ നീളത്തിൽ അരിഞ്ഞെടുക്കും. എന്നിട്ട് അത് സൺഫ്ലവർ ഓയിലിൽ ഇട്ട് വഴറ്റും. അത് മാറ്റി വെച്ചിട്ട് ബട്ടറിൽ ഇട്ടിട്ട് പൊറോട്ട എല്ലാം ഇങ്ങനെ വിട്ട് ബട്ടറിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. അത് കഴിഞ്ഞ് ഈ ക്യാബേജും ക്യാരറ്റും സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇട്ട് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ പൊറോട്ടയും ഇടും. പിന്നെ നമ്മുടെ ബാക്കി വീട്ടിലുള്ള ചിക്കനും ബീഫോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാവരും വാരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ രാത്രി ഡിന്നർ ചെപ്പതായിരിക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊത്തു പൊറോട്ടയ്ക്കകത്ത് എന്തിനാ ഈ സോയ സോസും ചില്ലി സോസും ഇതൊക്കെ എവിടെ നിന്ന് വന്നേക്കണം? സോയ സോസ് ചില്ലി സോസും ഒക്കെ മിക്സ് ചെയ്തുണ്ടാകും. ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ? ഇതിനൊക്കെ ഒരു ഒതന്റിസിറ്റി വേണ്ടേ? അങ്ങനൊന്നുമില്ല. കൊത്തു പൊറോട്ടയ്ക്കാ? കൊത്തു പൊറോട്ട എവിടെന്നാണ് ഒറിജിൻ ഫ്രം വേർ? എവിടെ? കൊത്തു പൊറോട്ട ആക്ച്വലി ഈസ് ഫ്രം ശ്രീലങ്ക. ശ്രീലങ്കയോ? ചൈനീസ് എനിക്ക് നാടൻ ഫുഡാണ്. ഞാൻ ശരിക്കും എൻ്റെ കരിയർ തുടങ്ങിയത് തന്നെ ഒരു 8 വർഷത്തോളം ഞാൻ ജോലി ചെയ്തത് ചൈനീസ് കിച്ചണിലായിരുന്നു. മലബാറിൽ 8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചൈനീസ് കിച്ചണിലാണ് വർക്ക് ചെയ്തത്. പിന്നീടാണ് നാടൻ ഫുഡിലേക്കൊക്കെ തിരിഞ്ഞു വന്നത്. പിന്നെ ഞാനൊരു മലയാളിയല്ലേ, അപ്പം ഞാൻ മലയാളത്തിൻ്റെ ഫുഡാണ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ പുറത്തൊരു കുക്കിങ്ങിന് പോവുകയാണെങ്കിലും മലയാളി ഫുഡിനെ കുക്ക് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൂ. അല്ല വീട്ടിലെല്ലാവർക്കും അത് തന്നെ. വീട്ടിലെപ്പോഴും നമ്മളിത് പറഞ്ഞുള്ളൂ, വീട്ടിലെപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ചൈനീസ്, ഇന്ത്യൻ, കോണ്ടിയ അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ സൈഡിലേക്ക് ആ മീനും ഉണ്ടല്ലോ, മീനും നമുക്ക് വെച്ച് ഉണ്ടാക്കിയാലോ? മീൻ മാങ്ങക്കറിക്കുള്ള മീനും കൂടെ. ഫിഷ് കറി ഇതിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? ചെറിയ മതി, മൺപാത്രം ഇതെടുക്കാം. വെള്ളം പറ്റാൻ വേണ്ടിയാണോ വെച്ച് വെക്കുന്നത്? ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ഇത് എടുക്കാൻ പോകുന്നത്? ഡ്രൈ ആയിട്ടാണ് എടുക്കാൻ വേണ്ടി? അല്ല, ഇത് വെള്ളം പറ്റി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഇട്ട് ഡ്രൈ ആക്കി എടുക്കണം. മീൻമാങ്ങക്കറി വീട്ടിലുണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ടോ? മാങ്ങ അരച്ചിടുവോ? ചാലക്കുടിയിലെ പ്രത്യേകത എന്താ കറി? ഈ അങ്കമാലിയാണെങ്കിൽ അങ്കമാലിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അങ്കമാലി മാങ്ങാക്കറി എന്നും പറഞ്ഞുകൊണ്ടൊരു സംഭവമുണ്ട്. അങ്കമാലിൻ്റെ ഒരു മീൻ കറി ഉണ്ട്. എന്താണ് മീൻ 100 പേർക്കോ 200 പേർക്കോ ഉണ്ടാക്കി 1 കിലോ മീൻ മതി. കല്യാണത്തിനൊക്കെ ഒരു ട്രഡീഷണൽ സംഭവം അങ്കമാലിക്കുണ്ട്. അതുപോലെ നിങ്ങളുടെ നാട്ടിലെന്തെങ്കിലും എന്തൊക്കെയിട്ടെ? കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതിനകത്ത് ഉലുവ, കടുക്, ചെറുള്ളി, ഇഞ്ചി,
പച്ചമുളക്, വെളുത്തുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില വേണം. കറിവേപ്പില വേണം. ഇങ്ങനെ തന്നെ ഫ്രൈ ആക്കി എടുക്കുവാന്നോ? ഒന്നുകൂടി ഇതായിട്ട് പിന്നെ നമ്മൾ അത് മാറ്റിയ ശേഷം പാനിൽ മല്ലിപ്പൊടി, മുളക് പൊടി പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത്? ഇഞ്ചിയും, അതായത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില, പാത്രത്തിൽ. നാടൻ ഡിഷ് ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാ? എനിക്കിഷ്ടം മീൻ കറി, മീൻ വറ്റിച്ചത്. മീൻ വറ്റിച്ചത് റെഡ് കറി, മീൻ വറ്റിച്ചത്. കോട്ടയം സ്റ്റൈലാണോ അതോ കുറേ സ്റ്റൈൽ ഏതാണ്ടുണ്ടല്ലോ അല്ലേ? അന്ന് ആരാണ്ടൊരു വീട്ടിൽ പോയപ്പോൾ ചോദിക്കുന്നതായിട്ടുള്ള കോട്ടയത്തെ സ്റ്റൈലാണോ ഇഷ്ടം? കോട്ടയം, ഞാൻ കോട്ടയംകാരനല്ലേ, അപ്പോൾ എനിക്ക് കോട്ടയം സ്റ്റൈൽ ഇഷ്ടമാണ്. മീൻ വറ്റിച്ചതും ചോറും മോര് കാച്ചിയും. തനി നാടൻ. പക്ഷേ ഏറ്റവും കൂടുതൽ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് എനിക്ക് ശരിക്കും ഈ യൂറോപ്യൻ ഫുഡിലാണ് കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് വന്നത്. യൂറോപ്യൻ ലൈക്ക് എക്സാമ്പിൾ ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്സ്, കേക്ക്സോ? അതൊക്കെയാണ് കുക്കിങ്ങിലുള്ള ഇൻട്രസ്റ്റ്. കൂടുതൽ കുക്ക് ചെയ്യാനുള്ള സ്റ്റേക്കാണ് ഏറ്റവും കൂടുതൽ. അത് എന്താണ് സ്റ്റേക്ക് നമ്മൾ പല വെൽഡൻ ബ്ലൂ കട്ടുണ്ടാവും. ബ്ലൂ എന്ന് പറയും. അത് ഒട്ടും ഗ്രില്ലിൽ ഇടുക എടുക്കുക, നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളത് കഴിക്കുന്നതിന് ബൗളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ സൈൻ ചെയ്ത് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് എന്തെങ്കിലും വയറിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ബ്ലൂ കഴിക്കും. അത്ര ബ്ലഡിയാണ്. റയർ കുറച്ചും കൂടെ ആവും. മീഡിയം റയർ, മീഡിയം, വെൽഡൺ. നമുക്കൊക്കെ ഒരു വെൽഡണേ പറ്റത്തുള്ളൂ. പക്ഷേ ആ മീറ്റിൻ്റെ ടേസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മീഡിയം റയർ കഴിക്കാം. അപ്പോഴേ മീറ്റിൻ്റെ ടേസ്റ്റും ആ സോസിൻ്റെ ടേസ്റ്റും നമുക്ക്. മാങ്ങ നോക്കിയാൽ പുളി ഉണ്ടോ? മാങ്ങയ്ക്ക് ചെറുതായിട്ട് കുറച്ച് പഴുത്ത. അതിനകത്ത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലേ? മുളക് പൊടി, മഞ്ഞപ്പൊടി മാത്രം. ആദ്യം നമ്മൾ വഴറ്റി കണ്ടു, പിന്നെ മാങ്ങ ഇട്ടു. അത് പൊടിയിട്ട് വഴറ്റുന്നില്ലേ എണ്ണയ്ക്കകത്ത്? ആദ്യം വഴറ്റിയിട്ട് എണ്ണയ്ക്കകത്ത് പൊട്ടിട്ടുണ്ടാവില്ല. അല്ല, ഇപ്പം രണ്ടാമത് ഇപ്പം മീനേലും കൂടെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിൽ വഴറ്റുമ്പോൾ എന്ത് വന്നോളൂ, വെള്ളമില്ലല്ലോ.